ഹായ്, ഞാൻ ഷിഫ മറിയം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഹൗ ഐ എം ട്രൈങ് ടു ബി ദ ഫേവറേറ്റ് വേർഷൻ ഓഫ് മീ എന്നുള്ളതാണ്. അത് ഈ ഒരു ജേർണി ഞാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അതെങ്ങനെയാണ് പോകുന്നത്, അതിൻ്റെ ചാലഞ്ചസ് എന്താണ് എന്നുള്ളതൊക്കെ കേട്ടോ. കഴിഞ്ഞ 2 വർഷങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മാറ്റങ്ങൾ വന്നിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഞാൻ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതയായിട്ടുള്ള 2 വർഷമാണ്. അത് ഞാൻ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പ്രാഗിലേക്ക് മൂവ് ചെയ്തതിൻ്റെ ശേഷം. അതിൻ്റെ മുന്നേ ശരിക്കും എനിക്ക് വേറൊരു ലൈഫ് തന്നെയായിരുന്നു. ഇങ്ങോട്ട് വന്നതിൻ്റെ ശേഷം സെയിം ഞാൻ തന്നെയാണ്, പക്ഷേ കുറേ മാറ്റങ്ങളിലൂടെ കടന്നുപോയി, കുറേ ആളുകളിലൂടെ, കുറേ എക്സ്പീരിയൻസിലൂടെയൊക്കെ കടന്നുപോയി. ശരിക്കും മൂവ് ചെയ്യുന്നതും വേറെ രാജ്യത്ത് പോയി നിൽക്കുന്നതും പഠിക്കാൻ വേണ്ടിയിട്ടും ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ മൂവ് ചെയ്യുന്നതൊന്നും അത്ര വലിയ റെയറായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അത് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും എന്നുള്ളത് എനിക്കത് ശരിക്കും അറിയായിരുന്നു. പക്ഷേ എത്രത്തോളം ഇൻറ്റൻസ് ആവും, അതിൽ നമ്മൾ എത്ര മാറും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ചില പോയിന്റിൽ നമുക്ക് തോന്നില്ലേ, ഇങ്ങനെയൊന്നും ആയാൽ പോരാ, നമുക്ക് ഇനിയും പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ തോന്നില്ലേ. അങ്ങനെയുള്ള ഒരു ഫേസിലൂടെയാണ് ഞാൻ കഴിഞ്ഞ സമ്മറിൽ കടന്നുപോയത്. അതായത് യൂണിവേഴ്സിറ്റിയൊക്കെ അടച്ചു, എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റിയില്ല. എൻ്റെ വീസ പുതുക്കുന്ന സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ച് സമയമുണ്ട്, ഒരു ബഫർ സമയം ഉണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ചിലപ്പോൾ വേണമെങ്കിൽ എനിക്ക് ആ ഒരു സമയത്ത്, ആ സമ്മർ സമയത്ത് എനിക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഉള്ളിൽ ഒരു പിക്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയുള്ള എന്നെയാണ് എനിക്കിഷ്ടം, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്നെയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയൽ സെൽഫ് എന്ന ഒരു ഇമേജ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എനിക്കതിന് ആദ്യം വേണ്ടി വന്നത് ഒരു ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് എനിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ശരിക്കും ഒരു ഇന്ത്യൻ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വളരുന്ന കുട്ടിക്ക്, അല്ലെങ്കിൽ നമ്മളുടെ മെജോറിറ്റി ആളുകൾക്ക് അതിനുള്ള അവസരങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിലബസ് ഒന്നും നമ്മൾ പഠിക്കുന്നില്ല നമ്മളുടെ സ്കൂളിലൊന്നും. ഇത്ര കാര്യങ്ങളാണ് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇത്ര നന്നായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കണം, അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ, അതിനുള്ള അവസരങ്ങളൊന്നും പലപ്പോഴും നമ്മൾ കൂടുതൽ പേർക്കും ഉണ്ടാവില്ല. ഞാനും അതുപോലെ തന്നെ ആയിരുന്നു ഇതുവരെ. അറിയണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഹെൽത്ത് ഈറ്റിംഗ് എങ്ങനെയാണെന്നൊക്കെ അറിയണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല. നമ്മൾക്ക് എല്ലാ സോഴ്സസും നമ്മളുടെ വിരൽ തുമ്പിൽ തന്നെ ഉണ്ടല്ലേ. നമുക്ക് എന്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ, എന്ത് അറിയണം എന്നുണ്ടെങ്കിലൊക്കെ അതിന് അത്ര ആക്സസിബിളാണ്. പക്ഷേ സത്യമായിട്ടും എനിക്ക് അതിലൊരു താല്പര്യം ഉണ്ടായിട്ടില്ല. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്, ഒരു ഹെൽത്തി ബോഡിയിലല്ലേ ഹെൽത്തി മൈൻഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഞാൻ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എൻ്റെ ഹെൽത്ത് നോക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല ക്വാളിറ്റിയിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ആദ്യം വരുത്തിയത് അങ്ങനെയാണ്. അപ്പോൾ സമ്മർ കഴിഞ്ഞ് വിൻ്റർ ആയപ്പോഴേക്ക് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആദ്യത്തേത് ഞാൻ ആദ്യം ഒബീസായിരുന്നു, കുറച്ച് ഒബീസായിരുന്നു. അത് മാറി ഞാൻ എൻ്റെ ഐഡിയൽ വെയ്റ്റിലെത്തി. പിന്നെ എനിക്ക് എൻഡോമെട്രിയോസിസ് കാരണം സിവിയറായിട്ടുള്ള മെൻസ്ട്രൽ ക്രാംസ് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി. ഓക്കെ, അപ്പോൾ എൻ്റെ ഐഡിയൽ മീൻ്റെ ഫസ്റ്റ് വേർഷൻ ഹെൽത്തി ഈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ടിക്ക് ചെയ്തു. ഓക്കെ, എനിക്കിത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ടും പറ്റും എന്നുള്ളൊരു തോന്നലൊക്കെ വന്നു. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് ഐഡിയൽ വേർഷൻ ഓഫ് യു എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെൽഫ് അവെയർനെസ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ സ്വയം ബോധവാന്മാരായിരിക്കുക. നമ്മൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്, അപ്പോൾ അത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമ്മൾ വളർന്നു വന്ന ചുറ്റുപാട്, വളർന്നു വന്ന ഫാമിലി, രാജ്യം, ആ സമൂഹം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ വളർച്ചയെയും നമ്മളുടെ മാനസിക വളർച്ചയെയും ഒക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും, എല്ലാവർക്കും ഇതേപോലുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് തിരിച്ചറിയുക. നമ്മൾക്ക് അറിയുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. അപ്പോൾ അത് തിരിച്ചറിയുക, അതിന് ആ ഒരു സ്വയം അവെയർനെസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത്. അപ്പോൾ നമ്മളുടെ സ്ട്രെങ്ത് എന്താണെന്ന് തിരിച്ചറിയുക. എൻ്റെ കാര്യത്തിൽ എനിക്ക് തന്നെ അറിയാം, എനിക്ക് എൻ്റെ ഗോൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രീംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ റെഡിയാണെന്ന് എനിക്കറിയാം. ചിലപ്പോൾ അതിന് വേണ്ടി മടിയൊക്കെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ കുറേ ചലഞ്ചസ് വരും, അതൊക്കെ ചിലപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ ഞാനത് ചെയ്യുമെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ എൻ്റെ വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ,
എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക, അല്ലെങ്കിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാതിരിക്കുക, അത് അവോയ്ഡ് ചെയ്യുക, അങ്ങനെ ഒരു വീക്ക്നെസ് എനിക്കുണ്ടായിരുന്നു. അതിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് നമ്മൾ അറിയുന്നുണ്ടാവില്ല, ചിലപ്പോൾ അത് നമ്മളെ ഡയറക്റ്റ്ലി ബാധിക്കണമെന്നില്ല. പക്ഷെ നമ്മളുടെ ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ മാറുമ്പോൾ നമ്മൾക്ക് തോന്നും, ഓക്കെ, എനിക്കിങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുത്താം, എനിക്കിങ്ങനെയുള്ള ഫ്ലോസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീക്ക്നെസ്സസ് ഉണ്ട്, അതൊക്കെ സ്ട്രെങ്തൻ ചെയ്തെടുക്കാം എന്നുള്ള ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം റൈറ്റ് മൈൻഡ് സെറ്റാണ്. അതായത് നമ്മൾക്ക് തന്നെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന്, നമ്മളുടെ ലൈഫ് ക്വാളിറ്റി മാറ്റണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ നമ്മൾ പല മീംസ് അല്ലെങ്കിൽ കുറേ ഫണ്ണി ആയിട്ടുള്ള റീൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ തന്നെ നെഗറ്റീവ് ആണെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു കൗച്ച് പൊട്ടേറ്റോ ആണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്, എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കതിനൊന്നും താല്പര്യമില്ല, ഓക്കെ ഐ എം ദിസ് എന്ന് നമ്മൾ തന്നെ ആക്സെപ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്നും ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നമ്മൾക്ക് തന്നെ ഒരു ആഗ്രഹം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. അപ്പോൾ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഒരു റൈറ്റ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇത് നമ്മൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഓക്കെ എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഞാൻ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയേയില്ല എന്നാണ് നമ്മൾ ആദ്യം തന്നെ നമ്മളോട് പറയുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് അതിന് പറ്റുക? അപ്പോൾ ആ റൈറ്റ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. എനിക്ക് റിജക്ഷൻസ് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം നമ്മൾ കോളേജിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിജക്ഷൻ മെയിൽസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്നെ ഭയങ്കരമായിട്ട് തളർത്തും, അല്ലെങ്കിൽ ഞാൻ തീരെ വേർതിയല്ല എന്ന് എനിക്ക് തോന്നും. ഇപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തായാലും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആയാലും നമുക്ക് റിജക്ഷൻസ് ഒക്കെ വരുമ്പോൾ, ഓക്കെ ഞാൻ അതിനൊന്നും ഫിറ്റല്ല, അല്ലെങ്കിൽ എനിക്കതൊന്നും ഇല്ല, ഐ ഡോണ്ട് ഹാവ് വാട്ട് ദേ ആർ ലുക്കിംഗ് ഫോർ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഓക്കെ ചിലപ്പോൾ ഇത് എൻ്റേതായിരിക്കില്ല, അല്ലെങ്കിൽ ഇനിയും എനിക്ക് ഇതിലും ബെസ്റ്റ് വരാനുണ്ട്, അതുകൊണ്ടായിരിക്കും എനിക്കിപ്പോൾ ഇത് കിട്ടാതെ പോയത്. അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് കൂടുതലൊക്കെ ഈസി ആയിരിക്കും. നാലാമത്തെ കാര്യം സെൽഫ് കെയർ ആണ്. ഇങ്ങനെയുള്ള ചലഞ്ചസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയായാലും നമ്മളെ ലൈഫിൽ എത്ര പെർഫെക്റ്റ് ആയിട്ട് പോവുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ബാക്ക്സ് വരാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തയോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ നമുക്കൊരു ഹെൽത്തി ബോഡി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹെൽത്തി മൈൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക? അതൊരിക്കലും ഇല്ല. അപ്പോൾ നമുക്ക് സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ടായിരിക്കും, നമ്മൾക്ക് തന്നെ നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു വേർഷനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ തീരെ വേർത്തിയല്ലാത്ത, നമ്മൾ അത്രയും ഡിപ്രസിങ് സ്റ്റേജിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹെൽത്തി മൈൻഡ് ആൻഡ് ബോഡി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽത്തി ബോഡിക്ക് വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞതുപോലെ നല്ല ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ കൊണ്ടുവരിക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്തി മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഹെൽത്തി മൈൻഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജേർണലിങ്, അല്ലെങ്കിൽ ചില സമയത്ത് പുറത്ത് വെറുതെ ഇറങ്ങി ഒന്ന് നടക്കുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെഡിറ്റേഷൻ. നമ്മളിതിനെ ഭയങ്കര സില്ലി ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് ഇതിനൊക്കെ സമയം, അല്ലെങ്കിൽ മെഡിറ്റേഷനിലൊക്കെ എന്താണ് കാര്യം, ജേർണലിങ്ങിൽ എന്താണ്, ഞാൻ എങ്ങനെയാണ് ജേർണൽ ചെയ്യേണ്ടത്, ഈ ബുക്കിൽ എഴുതിയാൽ എൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മാറുമോ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം. അപ്പോൾ അത്രയും വേസ്റ്റ് ആകുന്നതിൻ്റെ മുന്നേ നമ്മൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാതൊന്നും വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾക്ക് വർക്ക് ചെയ്യുന്ന അങ്ങനെ പേഴ്സണലി നമ്മൾക്ക് വർക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാകും, അത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. ഇതുകൊണ്ടൊന്നും യാതൊരു മാറ്റവും ഇല്ല, അതൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡോക്ടറെ കാണാൻ മടിക്കരുത്. നമ്മൾ ശരീരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ തന്നെ മാനസികാരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൗൺസിലേഴ്സിന് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനോ സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് തേടുക എന്നുള്ളതും അതിനും നേരം വൈകിക്കരുത്. പിന്നെയുള്ള കാര്യം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതായത് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ കോളേജിലോ പോയി പഠിക്കണം എന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അതാവശ്യമാണ്. അതിന് ശേഷം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ സോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോൾ നമ്മളുടെ ചുറ്റും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സ്കില്ല് വേണമെന്നുണ്ടെങ്കിൽ, എന്ത് സ്കില്ലിനും, ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആയാലും അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഒരു ടെക്നിക്കൽ സ്കില്ലായാലും എല്ലാത്തിനും കോഴ്സസ് അവൈലബിൾ ആണ്. ചിലപ്പോൾ അതിന് പണം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഫ്രീ കോഴ്സസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതും, ഒരിക്കലും നമ്മൾ ഓക്കെ എനിക്കിതിനൊക്കെ പ്രായം കഴിഞ്ഞു, ഇനി എനിക്ക് എന്ത് പഠിക്കാനാണ്, ഇനി ഞാൻ എന്ത് പഠിക്കാനാണ് എന്നൊന്നും വിചാരിക്കാതെ നമ്മൾ കീപ്പ് ലേണിങ്, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്.
ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കഥ അറിയാം. അവരുടെ പേര് തമാക്കി എന്നാണ്. അവർ ഒരു ജാപ്പനീസുകാരിയാണ്. അവർക്ക് 55 വയസ്സുണ്ട്. അവർ ആദ്യം ഒരു ഡിസൈനറായിരുന്നു. പിന്നെ അവർക്ക് തോന്നി ഓക്കെ ഇനി എനിക്കൊരു ഡോക്ടർ ആവണമെന്ന്. അങ്ങനെ 50ാമത്തെ വയസ്സിലാണ് പ്രാഗിലേക്ക് വരുന്നത്. ഇപ്പോൾ ഏകദേശം പഠിച്ച് ഡോക്ടറായി കഴിയാറായി. ഇനി ജപ്പാനിലേക്ക് തന്നെ തിരിച്ചു പോകണം. അവിടെ ഒരു ഡോക്ടറായിട്ട് ജീവിക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കെ നമ്മളൊക്കെ ഒരു 50 വയസ്സായ നമ്മൾ എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പ്രായമായി എന്നൊക്കെ നമ്മൾ വിചാരിക്കുമോ, അതോ ഇനി എനിക്ക് ഡോക്ടറാവണമെന്ന് തോന്നിയിട്ട് നമ്മൾ ഡോക്ടറാവാൻ വരുമോ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നി. എനിക്കറിയില്ല, അവരുടെ കൾച്ചർ വേറെയാണ്. പിന്നെ ജപ്പാൻകാരുടെ ലൈഫ് എക്സ്പെക്റ്റൻസിയും വളരെ കൂടുതലാണ്. അപ്പോൾ അവരുടെ എല്ലാം വ്യത്യാസമാണ്. നമ്മൾക്കതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവരുടെ സിറ്റുവേഷൻസൊക്കെ വേറെ ആയിരിക്കും. പക്ഷേ എന്നാലും അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു ഡ്രീം ഉണ്ടായിട്ട് അത് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത്, അവരുടെ കൂടെയുള്ള പഠിക്കുന്ന കുട്ടികളൊക്കെ അവരുടെ മോളുടെ പ്രായമുള്ളവരാണ്. അപ്പോൾ അവരുടെ ഫ്രണ്ട്സൊക്കെ എനിക്ക് അവരുടെ മോളുടെ പ്രായമാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ കാണുമ്പോൾ നമുക്ക് പഠിക്കാനും അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാനും ഒക്കെ എല്ലാവരുടെ സാഹചര്യം എനിക്കറിയാം. എല്ലാവരുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെ അറിയാം. പക്ഷെ അതൊക്കെ ഫോളോ ചെയ്യുന്നവരുണ്ടെന്നും അതിനു വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുന്നവരുണ്ടെന്നും ഒക്കെ അറിയുന്നത് ഒരു പ്രത്യേക രസമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടോ അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് പോയിട്ടോ കോളേജിലോ പോയി പഠിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയാവാം. അതല്ലാതെ നമുക്ക് പഠിക്കാൻ ഒരുപാട് സാഹചര്യങ്ങളും സോഴ്സസും ഒക്കെ ഉണ്ട്. അതിന് ചിലപ്പോൾ ഫ്രീ കോഴ്സസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കോഴ്സൊന്നും അല്ലാതെ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ള അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോഴും നമ്മൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അടുത്ത കാര്യം. ഓക്കെ, പിന്നെ ഉള്ളത് ഇതിനൊക്കെ സമയമെടുക്കും എന്നുള്ളതാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പലതിനും നമ്മൾ മാറ്റങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. ഒന്നും അത്ര പെട്ടെന്ന് തന്നെ ഒരു സ്വിച്ച് ഇട്ട പോലെ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നത് പോലെ, ഒരു വീഡിയോ ഒരു സിനിമ കാണുന്നത് പോലെ അത്രയും വലിയ മാറ്റങ്ങളൊന്നും പെട്ടെന്നൊന്നും വരില്ല. എല്ലാത്തിനും സമയമൊക്കെ എടുക്കും. അപ്പോൾ ട്രസ്റ്റ് ദ പ്രോസസ്സ്. നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ വെയ്റ്റ് ലോസ് അങ്ങനെയുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനും ചുരുങ്ങിയത് 3 മാസമെങ്കിലും വേണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ സമയമെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേഷ്യൻ്റ് ആയിരിക്കുക. പിന്നെയുള്ള കാര്യം റിയലിസ്റ്റിക് ആവുക എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ അല്ലെങ്കിൽ ഒരു വീഡിയോക്ക് ബാക്കിലിരുന്ന് പറയാൻ ചിലപ്പോൾ എളുപ്പമാണ്. അതുപോലെയുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള റിസോഴ്സസോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. നമ്മളെല്ലാവരും ഡിഫറെൻ്റാണ്. ഇപ്പോൾ ഒരേ വീട്ടിലുള്ള ആളുകളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരേ അമ്മയുടെ അച്ഛൻ്റെയും മക്കളാണെങ്കിലും അവരുടെ ഗ്രോത്ത് ഡിഫറെൻ്റാണ്. അവർക്ക് കിട്ടിയ സാഹചര്യങ്ങൾ ഡിഫറെൻ്റാണ്. അവർക്ക് കിട്ടിയ എല്ലാം വേറെ വേറെയാണ്. നമ്മളെല്ലാവരും വേറെ വേറെയാണ്. അപ്പോൾ അതെനിക്കറിയാം. അപ്പോൾ നമ്മൾക്ക് പറ്റുന്ന മാറ്റങ്ങൾ കൊണ്ടുവന്ന് നമ്മളുടെ ഏറ്റവും ഫേവറേറ്റ് വേർഷൻ നമ്മൾക്ക് തന്നെ ആവാൻ വേണ്ടിയിട്ട് വേറെ എവിടെ പണം കൊടുത്താലും ഒന്നും പറ്റില്ല. അതിൽ നമ്മളുടെ തന്നെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ആ ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ട്രൈ ചെയ്യുക. അതിന് വേറെ ആർക്ക് ഇപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ട്രെയിനർക്കൊക്കെ പൈസ കൊടുക്കാം. പക്ഷേ എന്ന് വിചാരിച്ച് അവർക്ക് പൈസ കൊടുക്കുന്നുണ്ടെന്നോ വിചാരിച്ച് നമ്മൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുമോ? അത് നമ്മൾ ചെയ്തെങ്കിലും നമ്മളവിടെ ഷോപ്പ് ചെയ്തെങ്കിലും മാത്രമേ അതിനുള്ള ആ ചേഞ്ചസൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.